നമസ്കാരം. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് 2026 മെയ് 12 തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ. ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഒരു ന്യൂനമർദ്ദം മറാത്ത്വാഡ വരെ വടക്കൻ തമിഴ്നാട്, റായലസീമ എന്നിവയ്ക്ക് കുറുകെ സമുദ്രനിരപ്പിൽ നിന്ന് 0.9 കിലോമീറ്റർ ഉയരത്തിൽ വ്യാപിക്കുന്നു. അനുബന്ധ ചുഴലിക്കാറ്റ് ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് 4.5 കിലോമീറ്റർ വരെ വ്യാപിക്കുന്നു. കർണാടകയുടെ തെക്കൻ ഉൾപ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും സമുദ്രനിരപ്പിൽ നിന്ന് 5.8 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി വ്യാപിച്ചിരിക്കുന്നു. ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്ക് സാധ്യത. ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില 35 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില 25 ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് 70 മുതൽ 85%, കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 3 മുതൽ 4 കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത. പൊതുനിർദ്ദേശങ്ങൾ: മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ്. തെങ്ങിൻ തടങ്ങളിൽ ഈർപ്പം നിലനിർത്തുന്നതിനായി പച്ചയോ ഉണങ്ങിയതോ ആയ ചകിരിയിട്ട് മൂടുന്നത് നല്ലതാണ്. വിരിപ്പ് കൃഷി ഇറക്കുന്നതിന് മുൻപായി നെൽപ്പാടങ്ങളിൽ ഡെയിഞ്ച വിതച്ചു കൊടുക്കാവുന്നതാണ്. വിരിപ്പ് കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ നിലം ഒരുക്കലും ഞാറ്റടി തയ്യാറാക്കലും ചെയ്യാം. മഴക്കാലത്ത് കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തെ പ്രതിരോധിക്കാനായി 2 കിലോ ട്രൈക്കോഡർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഇഞ്ചി, മഞ്ഞൾ എന്നിവ നടുന്നതിനായി നിലം ഒരുക്കുന്ന സമയത്ത് 1 സെന്റിന് 2 മുതൽ 3 കിലോ വരെ കുമ്മായം ഇട്ടുകൊടുക്കാവുന്നതാണ്. മൂടുചീയൽ രോഗം തടയുന്നതിനും മുൻകരുതലായി ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും 3 ഗ്രാം മാംഗോസെബ് 1 ലിറ്റർ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് ലായനിയിൽ 30 മിനിറ്റ് മുക്കിവെച്ച ശേഷം നടുക. 90 കിലോ ചാണകപ്പൊടി 1 കിലോ ട്രൈക്കോഡർമയുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തക്കവണ്ണം 2 ആഴ്ച തണലത്ത് വെച്ച ശേഷം തടത്തിൽ ഇട്ടുകൊടുക്കുക. മൃഗസംരക്ഷണം: എലിപ്പനിക്കും ബാഹ്യപരാതകങ്ങൾക്കും എതിരെ ജാഗ്രത പുലർത്തുക. കാലിത്തീറ്റയിൽ പൂപ്പൽ വിഷബാധ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചാണക പരിശോധന നടത്തി വിദഗ്ധോപദേശ പ്രകാരം വിരമരുന്ന് നൽകുക. നന്ദി.